ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു മോട്ടിവേറ്റിംഗ് മോർണിംഗ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും പറയാൻ പോണതില്ലേ, എൻ്റെ ഫോൺ എങ്ങനെയാണ് എന്നെ ഒരു ദിവസത്തിൽ ഫുള്ളായിട്ടും ഹെൽപ്പ് ചെയ്യണേ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയും ഫോൺ കാരണം നമ്മുടെ സമയം കുറേ പോകുന്നു. പക്ഷെ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാനും നമ്മുടെ ലൈഫ് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും നമ്മുടെ ഫോൺ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അലാറം അടിക്കുന്നത് മുതൽ വൈകുന്നേരത്തെ അലാറം സെറ്റ് ചെയ്യുന്നത് വരെ ഫോൺ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇഡ്ഡലിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഡ്ഡലി നമ്മളെല്ലാം ഒഴിച്ച് തട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു 8 മിനിറ്റ് ടൈമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 മിനിറ്റ് ആകുമ്പോൾ ടൈമർ ബെല്ലടിക്കും. അപ്പോഴേക്കും എനിക്ക് ബാക്കിയുള്ള പണികൾ സൈഡിൽ ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചത് തലേദിവസം എല്ലാം ഞാൻ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ടൈമർ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒക്കെ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇതൊക്കെ നമ്മൾ മനക്കണക്ക് വെച്ചാൽ ചെയ്യണേ. ചിലപ്പോൾ 8 അതിലും കൂടുതൽ മിനിറ്റൊക്കെ ഇഡ്ഡലി ചിലപ്പോൾ അതിലങ്ങനെ ഇരിക്കും. വെറുതെ അനാവശ്യമായിട്ട്. കാരണം നമ്മളിവിടെ പണി എന്തെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ ചെയ്ത് വരുമ്പോൾ സമയം നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോണിൽ ഈ അലാറം ഇങ്ങനെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ 20 ഇഡ്ഡലി ഒറ്റ ട്രിപ്പിന് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി കേട്ടോ. നമുക്ക് 2 വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിയും. വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ വലുത് വാങ്ങണതാവും നല്ലത്, വീട്ടിൽ അംഗങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ. കാരണം ഗ്യാസ് നമുക്ക് ലാഭമാണ്. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് ലഞ്ചിനുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഇന്ന് നമ്മൾ സാമ്പാറും അവിയലുമാണ് ഉണ്ടാക്കണം. ഈ സാമ്പാർ തന്നെയാണ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ രാവിലേക്ക് എടുക്കുന്നത്. സാമ്പാർ കുറച്ച് അധികം ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലേക്കും പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കും സാമ്പാറാണ്. അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളൊക്കെ തലേദിവസം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയലും കുറച്ച് സമയം എടുക്കുന്ന, നമ്മൾ അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അങ്ങനെ കനം കുറച്ചൊക്കെ അരിയണ്ടേ. അതുകൊണ്ട് തന്നെ അതും തലേദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാവിലെ നമ്മുടെ പണികൾ പെട്ടെന്ന് തീരില്ല. അപ്പോൾ അത് അരിഞ്ഞെടുത്തൊക്കെ അവിടെ വെച്ചു. കുക്കറിൽ ഞാൻ 1/2 കപ്പ് പരിപ്പും അതിലോട്ട് പച്ചക്കറികളും മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലടിച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കുക്കറിൽ വേവിക്കാൻ പറ്റാത്ത മുരിങ്ങാക്കോലും വെണ്ടക്കായും തക്കാളിയും അത് ഞാൻ ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ഇതേ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ഇതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി ഇങ്ങനെ വേഗം എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും തടവി കൊടുക്കുക. അത് കഴിഞ്ഞ് മാവ് ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇത്തിരി അരികു മൂർച്ചയുള്ള ഒരു സ്പൂൺ ഇങ്ങനത്തെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ മൂർച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇത് ഇളക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. ഒരു തവണ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ലതായിട്ട് കിട്ടും. സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചത് 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെണ്ടക്കായും മുരിങ്ങാക്കോലും വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. വെണ്ടക്കായ ഒന്ന് ചെറുതായി ചുരുങ്ങി വരും. അത് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുകയാണ്. വീട്ടിലുണ്ടാക്കിയ പൊടിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാമ്പാർ പൊടി എരിവ് അനുസരിച്ചൊക്കെ നമുക്ക് കൂടുതൽ ചേർക്കാം. സാമ്പാർ പൊടി ഇതുപോലെ ചൂടാക്കി എടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചൂടാക്കി എടുത്തിട്ടുള്ള ആ പൊടിയും അതെല്ലാം ഞാൻ അവിടെ മാറ്റി വെച്ചു. പുളി നാരങ്ങ വലുപ്പത്തിലുള്ളത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. അപ്പോഴേക്കും ഇഡ്ഡലി എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇളക്കി മാറ്റി എല്ലാം വെച്ചു. ഇനി ഞാൻ കുറച്ച് പാത്രങ്ങൾ വേഗം തന്നെ കഴുകി വയ്ക്കുകയാണ്. കാരണം നമുക്കിവിടെ പാത്രങ്ങൾ വയ്ക്കാതെ സ്ഥലമില്ല. അത് മാത്രമല്ല, എനിക്ക് പാത്രം കഴുകാൻ അധികം പാത്രമായി ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത്തിരി ആകുമ്പോഴേക്കും ഞാൻ അങ്ങനെ പെട്ടെന്ന് അത് കഴുകി മാറ്റി വെച്ചിട്ട് അടുത്ത പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പാത്രം നിറഞ്ഞാൽ പിന്നെ വെക്കാനേ സ്ഥലം ഉണ്ടാവില്ല. ഇനി പച്ചക്കറികൾ വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ചേർത്തിട്ട് തന്നെ നമ്മൾ മുരിങ്ങാക്കോലും വെണ്ടക്കായും തക്കാളിയും വേവിച്ചെടുക്കുകയാണ്. പച്ചക്കറികൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടി ചേർത്ത് ആകെ അത് കുടഞ്ഞു പോകും. കാരണം കുക്കറിലല്ല നമ്മൾ ചെയ്തത്. സാമ്പാർ പൊടി നമ്മൾ ചൂടാക്കിയത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ പച്ചക്കറികളെല്ലാം വീണ്ടും അതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് തിളപ്പിക്കാം. ഇനി നമ്മളിതിലേക്ക് പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സാമ്പാർ പൊടി കുറച്ച് കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ ചേർത്തു. ശരിക്കും ചൂടാക്കി ചേർക്കേണ്ടതാണ്, പക്ഷേ പോരായി തോന്നുമ്പോൾ ഞാനിങ്ങനെ ചേർക്കാറുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് പൊടികൾ ചേർക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തേക്കണോണ്ടാണ് അങ്ങനെ അളവുകൾ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്സ് മാത്രമേ പറയാനുള്ളൂ. ഇനി മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടിയും തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കടുക്, വറ്റൽമുളക്, വേപ്പില ഇത് പൊട്ടിച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുഞ്ഞ് കടുക് വറക്കണ പാത്രമാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അതിപ്പോഴും ഉണ്ട് കയ്യിൽ.
പക്ഷെ അതിൻ്റെ ഒരു ഫോൾട്ട് എനിക്ക് തോന്നിയത് കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ എണ്ണ മുഴുവൻ പുറത്തോട്ട് വരും, ഭയങ്കര പാടാണ്. രണ്ടാമത്തെ കാര്യമുള്ളത് ഫ്ലെയിം നല്ല കറക്റ്റിൽ വെക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ തീ ഇങ്ങാലും ഈ ചെറിയ ചീനച്ചട്ടിയുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറി പിടിച്ചാലേ പണി കിട്ടും. എനിക്ക് അങ്ങനെ മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്. ചെറിയ ചീനച്ചട്ടിയിൽ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചു, അത് ആ ഫ്ലെയിം ഈ വെളിച്ചെണ്ണയുടെ ഉള്ളിലേക്ക് വന്ന് തീ ഇങ്ങനെ വന്നു, ആകെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പച്ചട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഇപ്പോൾ കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മൂടിയുണ്ടല്ലോ, കടുക് ഇട്ട് കഴിഞ്ഞാൽ വേഗം മൂടി വയ്ക്കാം. അത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ പൊട്ടിച്ചെല്ലാം കഴിഞ്ഞാൽ പുറത്തേക്ക് തെറിക്കില്ല, പിന്നെ അപകടവും ഇല്ല, കാരണം വലുതാണല്ലോ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഇനി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നല്ല കട്ടിയാവും കേട്ടോ. അതിപ്പോൾ ഇത്തിരി ചാറ് പോലെ ഇരിക്കുന്നു, പക്ഷേ പരിപ്പിൻ്റെ ആ കൊഴുപ്പും കാര്യമൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ ഇവിടെ വല്ലാത്ത കട്ടിയിൽ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കട്ടിയാവും പക്ഷേ ചൂടാറുമ്പോൾ. ഇനി ഞാൻ കുറച്ച് സാമ്പാർ ഇങ്ങനെ രാവിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് സാമ്പാർ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയേക്കണോണ്ട് തന്നെ അവൾ ഇഡ്ഡലിയാണ് കൊണ്ടുപോകുന്നത്. ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം അതൊക്കെയാണെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇനി ഞാൻ ചോറ് വെച്ചിട്ടില്ല, അപ്പോൾ ഉച്ചയ്ക്ക് മതി, മോൾക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് അത് ലാസ്റ്റിലേക്ക് വെച്ചത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചോറാണ് ഫസ്റ്റ് വെക്കുക. അപ്പോൾ കുക്കറിൽ ഞാൻ ഇപ്പോൾ ഈ ചെറിയ കുക്കർ എടുത്തിട്ടുള്ളൂ, അതിൽ 2 കപ്പ് അരിയാണ് ഇതിൽ കൊള്ളുക. 5 ലിറ്ററിൻ്റെ കുക്കറുണ്ട്, അതിൽ 3 കപ്പ് അരിയാണ് കൊള്ളുക. അതാണ് സാധാരണ ഞാൻ ഇന്നും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ 2 കപ്പ് അരി ഇട്ടാൽ മതി, ചെറിയ കുക്കർ മതി. നമ്മൾ ഉപയോഗിക്കുന്ന അരികൾ, അതായത് ഇപ്പം നമ്മൾ ജയ അരി അല്ലെങ്കിൽ മട്ട അരിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 3 വിസിലടിച്ചിട്ട് പ്രഷർ ഫുൾ പോയി കഴിയുമ്പോൾ തുറക്കുകയാണെങ്കിൽ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടാറുണ്ട്, വേവൊന്നും കൂടാതെ തന്നെ കിട്ടാറുണ്ട്. ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ ഒരു വലിയ ഉരുളിയിലേക്ക് പച്ചക്കറികൾ, ചേന, കായ, ക്യാരറ്റ്, മുരിങ്ങാക്കോല് ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ ചോപ്പ് ചെയ്ത് ചേർത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും കുറച്ച് മുളക് പൊടി, ഞാൻ ഇട്ട മുളക് പൊടി കുറച്ച് കൂടിപ്പോയി, കാരണം അതുകൊണ്ട് തന്നെ ഇത്തിരി റെഡ് കളർ കൂടുതലായിരുന്നു അവിയലിന്. പച്ചമുളകാണ് നമ്മൾ ഇതിൽ കൂടുതൽ വരേണ്ടത്, പക്ഷേ ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി. പക്ഷേ എനിക്ക് അപ്പോൾ തോന്നിയില്ല, ഇളക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ച് സാരില്ലാന്ന്, വീട്ടിലേക്കാണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മുളക് പൊടി കൂടിയാൽ ചിലപ്പോൾ കഴുകിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചില സമയത്ത്. കാരണം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അബദ്ധത്തിൽ മുളക് പൊടിയൊക്കെ കൂടിപ്പോയാൽ ചിലപ്പോൾ കഴുകി എല്ലാം കളഞ്ഞ് വീണ്ടും ഇട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 മുറി നാളികേരം, ഒരു 6 ചുവന്നുള്ളി, 3 പച്ചമുളക്, ഒരു നുള്ളി ജീരകം, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തൈരും കൂടി നമ്മൾ ചേർക്കും, അപ്പോൾ ഒരു 1/2 കപ്പ് തൈരും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അവിയലിലേക്ക് വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ചേർക്കണം കേട്ടോ, ഉരുളിയിലായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒന്ന് ചേർത്ത് ഇത് മൂടി വെച്ച് വേവിക്കുക. നമ്മൾ ഇടയ്ക്ക് നോക്കുക, വേവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം വെറ്റി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, കാരണം ഉരുളിയിലായതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം പിടിക്കില്ല. ഇനി ഞാൻ വെജിറ്റബിൾസ് ഇതേ ഇവിടെ നല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, പക്ഷേ വെള്ളം വെറ്റിപ്പോയി. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം പിന്നെയും ചേർത്തിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ ഇളക്കി കൊടുക്കുക. വല്ലാതെ കുത്തിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒടിഞ്ഞു പോയാൽ കാണാനും രസം ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് പച്ചക്കറികളൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നാളികേരം നമ്മൾ ഒതുക്കിയെടുത്തത് ചേർത്തു. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടിക്ക് കൂടുതൽ ചേർക്കുന്നതിന് പകരം പച്ചമുളക് 3 എല്ലായാലും കൂടുതൽ ചേർക്കാം എരിവിന്. ഞാനിപ്പോൾ പൊടി ചേർത്ത കാരണം ഇനി എരിവ് കൂടണം വെച്ചിട്ട് പച്ചമുളക് കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചില സദ്യക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കളറിലും അവിയൽ, അതായത് ഇത്തിരി റെഡ് കളർ കൂടുതൽ നിൽക്കുന്ന രീതിയിലും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണെന്ന് ഞാൻ വിചാരിക്കാൻ പോകും എന്തായാലും. ഇനി അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തു. പുളിയുള്ള തൈര് അനുസരിച്ച് നല്ല പുളി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് എല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ഇതിലേക്ക് വേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരിവ് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. വേവൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ അതും സെറ്റായി. ചോറ് അവിടെ വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ അതും അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ പോകുമ്പോൾ നമുക്ക് അതെടുക്കാം. ഇനി ബാക്കിയുള്ള ഇത്തിരി കൂടി പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകി തീർത്തു. ഇതെന്തോരം കഴുകിയാൽ അവസാനം എന്തെങ്കിലും ഒരു പാത്രമോ സ്പൂണോ അവിടെ എടുക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് പോകും അവിടെ കേട്ടോ സിങ്കിൽ ചില നേരത്ത്. അതുപോലെ ചില നേരത്ത് കുക്കറൊക്കെയോ അവസാനം വരാം. അതൊക്കെ ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ചോറ് സെറ്റായി. നമുക്കിനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത്യാവശ്യം ചൂടുള്ള കാരണം മാവൊക്കെ നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് വന്നു. അതായത് തണുപ്പ് സമയത്താണെങ്കിൽ മാവ് അങ്ങനെ കറക്റ്റായിട്ട് വരില്ല, പക്ഷേ ചൂട് സമയമാണെങ്കിൽ മാവൊക്കെ നല്ല പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് കഴിഞ്ഞ് മക്കൾ ക്ലാസ്സിലോട്ട് പോയി. ഞാൻ പുറത്ത് വന്ന് സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, റിലാക്സ് ആയിട്ട്. അപ്പോൾ
ഞാൻ കുറേ ആയി ഇപ്പോൾ ക്രാഫ്റ്റ് ഒന്നും ചെയ്യണില്ല, ഭയങ്കര മടി. വീഡിയോസൊക്കെ കാണും, ഒന്നും ചെയ്യില്ല. മക്കൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കണം ഇങ്ങനെ കുറേ ആഗ്രഹിക്കുന്നു ക്രോഷ്യ, പക്ഷേ എനിക്കതൊന്നും പഠിച്ചെടുക്കാൻ പറ്റണേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു എളുപ്പപ്പണിയിലൊരു സംഭവം കണ്ടു, ഈ നൂല് വെച്ചിട്ട് തന്നെ കേട്ടോ, ഈ വുള്ളൻ്റെ നൂല് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. നല്ല ഈസി ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ചെറിയുടെ ഡിസൈനിൽ വരുന്ന വുള്ളൻ്റെ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ നൂലിങ്ങനെ ചിറ്റി കൊടുക്കുക കൈ കൊണ്ട്, ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇത് ഒരു 70 തവണ ഇതുപോലെ ചിറ്റണം. ഫോർക്ക് എടുത്തിട്ട് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ വെറുതെ ഇങ്ങനെ നൂല് ചിറ്റത്രേ ഉള്ളൂ. ഫുള്ള് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ പതുക്കനെ ആ ഫോർക്കും വന്ന് ആ ഒരു നൂലിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ കെട്ടിനെ ഊരിയെടുക്കുക പതുക്കെ. ഓക്കെ, അത് വിട്ടു പോരരുത്. ഇതുപോലെ പതുക്കെ ഊരിയെടുക്കുക, കട്ട് ചെയ്തിട്ട് ഊരിയെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇത്തിരി വലിയ പീസ് ത്രെഡ് ഇതുപോലത്തെ എടുത്തിട്ട് അതിനെ ഈ കാണുന്ന രീതിയിൽ വെച്ചിട്ട് കെട്ടി കൊടുക്കുക. ഓക്കെ, അതിങ്ങനെ കെട്ടിയിട്ട് അതിനെ തിരിച്ചിട്ട് മറുവശവും കെട്ടി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുക്കുക, കടുങ്കെട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോൾ കിട്ടും, കണ്ടില്ലേ. ഈ സൈഡ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കത്തര വെച്ചിട്ട് ആ മടങ്ങിയിരിക്കുന്ന സൈഡുകളെല്ലാം അങ്ങനെ മുറിച്ച് നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ലേ ഒരു കുഞ്ഞ റോസ് കളറിൽ ബോൾ, അതുപോലെ ആക്കിയെടുക്കണം. സൈഡ് ഇങ്ങനെ വെട്ടി കുറച്ചധികം നേരം ഇങ്ങനെ ഇരിക്കുന്നത് വെട്ടണം കേട്ടോ. അങ്ങനെ വെട്ടി നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരുന്ന വരെ വെട്ടണം. അതിലൊരു കാര്യം ശ്രദ്ധിക്കാൻ, നമ്മൾ സെൻറ്ററിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് വെട്ടി കളയരുത് കേട്ടോ. അത് വെട്ടിയതെല്ലാം കൂടി ഒഴിഞ്ഞു പോകും. ഇങ്ങനെ വെട്ടി ഇതുപോലെ ഒരു ഉണ്ട, ഒരു പോം പോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു, 2 ബോളുകൾ ഇതുപോലത്തെ. ഇനി ഗ്രീൻ കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മുടെ ക്രോഷ്യയുടെ തന്നെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് സംഭവം. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ ദിവസം മുൻപ് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാതിരുന്നിട്ട് മറന്നുപോയി. മക്കൾക്ക് കുറച്ചും കൂടി അറിയാൻ എന്നെക്കാട്ടും, പക്ഷേ എനിക്കിത് എന്തേതാ ചെയ്യാൻ പറ്റുന്നില്ല, മറന്നുപോയിട്ട് ഞാൻ അവസാനം ഈ കുഞ്ഞ് പീസ് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ മോളുണ്ടാക്കി വെച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു പീസ് അതിൽ വലിയൊരു ത്രെഡ് അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചത് കംപ്ലീറ്റ് ചെയ്യാന്ന്. ഇനി നമ്മൾ ചെറിയുടെ മുകളിൽ ഒരു ബോ പോലെ കണ്ടില്ലേ, ആ ബോ ഇതുപോലെ ബോ കൈ കൊണ്ട് കെട്ടി കൊടുത്തിട്ട് ഈ 2 പോം നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ ചെറിയുടെ ആ ഒരു എന്താ പറയുക, എന്നിട്ട് തന്നെ പറയുക, ടോയ് അല്ലല്ലോ, കീ ചെയിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ, ഹെയർ ക്ലിപ്പൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സംഭവം നമ്മുടെ റെഡിയാവും. അങ്ങനെ ഞാനത് സൂചി നൂലും വെച്ചിട്ട് ആ ഒരു പോമിനെ ഈ ഒരു ത്രെഡുമ്മയ്ക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ു. കാണുന്ന പോലെ കേട്ടോ, നല്ല ഈസിയാണ്. ഇനി നിങ്ങൾക്ക് ക്രോഷ്യ അറിഞ്ഞില്ലെങ്കിലും ആ ഒരു ത്രെഡ് വെറുതെ വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. കൂടുതൽ ഭംഗി വരാനാണ് ഇങ്ങനെ ഒരു മെടഞ്ഞ് കിട്ടുന്ന ഒരു എഫക്റ്റ് പോലെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ആ സംഭവം ഉണ്ടാക്കി ഞാൻ മക്കൾ വന്നപ്പോൾ അവരോടും പറഞ്ഞു കൊടുത്തിട്ട് അവരും ഇത് ഉണ്ടാക്കിയിട്ടാണ്. കാരണം അവർ കുറേ ദിവസമായി ക്രോഷ്യ പഠിക്കാൻ നോക്കണു. അപ്പോൾ അതിലിങ്ങനെ ക്രോഷ്യ വെച്ചിട്ട് ബോളൊക്കെ ഉണ്ടാക്കണ, സ്ട്രോബെറി ഒക്കെ ഉണ്ടാക്കണ കണ്ടിട്ട് അവർക്ക് അതൊന്നും ഉണ്ടാക്കാൻ പറ്റാണ്ട് അവർ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ ഇങ്ങനെ ഒരു എളുപ്പപ്പണിയിൽ നമുക്ക് ബോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവരത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അത് ഞങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമയം 10 മണിയായി. ഞാനിനി വീട് വേഗം തന്നെ അടിച്ച് വാരി ഇടട്ടെ. ക്ലീനിങ് പരിപാടിയൊക്കെ ഇനി അരമണിക്കൂർ എടുത്തിട്ട് വേഗം അവസാനിപ്പിക്കണം. തുണികൾ വാഷ് ചെയ്ത് ഇടാനായിട്ടൊന്നുമില്ല, കാരണം ഇന്ന് മെഷീനിൽ തുണിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫോൺ കൊണ്ടുള്ള ഉപകാരങ്ങൾ. ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നോക്കിയാൽ ടൈമർ, അതായത് അലാറം വെക്കാനായിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തു, പിന്നെ ടൈമർ വെക്കാൻ, പിന്നെ കിച്ചണിൽ പണികൾ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പാട്ടുകൾ വെക്കും. അപ്പോൾ ആ പാട്ടുകൾ കേൾക്കാനായിട്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇൻസ്പിറേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് കിട്ടും. ഇപ്പോൾ എനിക്ക് ഇന്ന് ബോറടിച്ചിരുന്നപ്പോൾ ഫോൺ വെറുതെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം അതിൽ കണ്ട ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ഇത് എനിക്ക് മൈൻഡിൽ തോന്നി. അതായത് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ ടി വിയിൽ ചെറിയ എന്തെങ്കിലും ക്രാഫ്റ്റ് പരിപാടി, അങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ടി വിയിൽ അധികം വരാറില്ല. പണ്ട് എൻ്റെ ഓർമ്മയിൽ കൈരളി ചാനലിൽ ചമയം എന്നോ അങ്ങനെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന സംഭവം തന്നെ അതിൽ വളരെ സിമ്പിളായിട്ട് സൺഡേ മാത്രം ആ ഷോ ഉണ്ടാവാറുള്ളൂ കേട്ടോ. എന്തോ ഒരു ഉച്ച നേരത്തെ എന്തോ എൻ്റെ ഓർമ്മ. അതിലിങ്ങനെ മേക്കപ്പിൻ്റെ കാര്യങ്ങൾ, പിന്നെ ചെറിയ ക്രാഫ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ക്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഐഡിയകളൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ചെയ്യാൻ തോന്നുമല്ലോ. അതുപോലെ തന്നെ കുട്ടികളുടെ കാർട്ടൂൺ ചാനൽസ് പോലത്തെ പണ്ടത്തേലുണ്ടായിരുന്നതിൽ ഒരു ഷോ ഉണ്ടായിരുന്നു ഇതുപോലെ ക്രാഫ്റ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന സമയമുണ്ട്. പക്ഷേ ഇന്ന് ഫോണിൽ എന്തോരം ഐഡിയാസാണ്. ആദ്യമൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഒക്കെ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഒക്കെ കണ്ടു കഴിഞ്ഞൊക്കെ സ്കിപ്പ് അടിക്കും. ഏത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ ഐറ്റംസ് കയ്യിലുണ്ടായിട്ട് പോലും ഒന്നും ചെയ്യണില്ല. പണ്ടൊക്കെ
ഐറ്റംസ് ഇല്ലാണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഐറ്റംസ് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണത്തിന് വേണ്ടിയിട്ടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോണിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ ക്രിയേറ്റീവ് കാര്യങ്ങൾ, അത് ക്രാഫ്റ്റ് മാത്രമല്ല എന്ത് കണ്ടാലും ഒരെണ്ണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എഫേർട്ട് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ നല്ല യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നൊരു ഫീലാണത്. അങ്ങനെ ഫോൺ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാനും ഒരു ജോലി പോലെ ഒരു കാര്യം ചെയ്യാനും പറ്റിയത് ഫോണുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഫോൺ കൊണ്ട് കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഫോൺ. അത് മാത്രമല്ല നമ്മൾ മടിയന്മാരായിട്ട് മാറാണ്. പല കാര്യങ്ങൾ കണ്ടാലും അത് ജസ്റ്റ് സ്കിപ്പ് അടിച്ച് പോകാമെന്നല്ലാതെ ഒന്നും ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല. ബോറടിക്കുകയാണെങ്കിൽ അപ്പോൾ ഫോൺ എടുക്കുക. ബോറടി മാറ്റാൻ വേറെ ഒരു ഐഡിയാസ് ഇപ്പോൾ നമ്മുടെ മൈൻഡിലും ഇല്ല. അപ്പോൾ അങ്ങനെ ആവുന്നതിന് പകരം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യുകയും വേണം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കിച്ചണിലേക്കുള്ള ഈ ഒരു മോപ്പ് കുറേ പേര് ചോദിച്ചിരുന്നു ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടോ. ഈ ഒരു മോപ്പ് ഇതുപോലെ നമുക്ക് ഒരു മൈക്രോ ഫൈബർ തുണി ഇതുമേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ചെറിയ പീസുമേക്ക് മോപ്പ്. ഈ ഒരു മോപ്പിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ ബക്കറ്റ് ഇതിൻ്റെ കൂടെ വന്നത് ഒട്ടും നല്ലതായിരുന്നില്ല. ഇത് എൻ്റെ ഓർമ്മയിലൊരു 600 രൂപയിൽ താഴെയാണ് ബക്കറ്റും ഈ മോപ്പടക്കം പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ 1000 രൂപയുടെ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ അത് മേടിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. ഈ ഒരു മോപ്പിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി പെട്ടെന്ന് തുടയ്ക്കാനായിട്ട് ഇത് വേഗം യൂസ് ചെയ്യാം. ഈ ഒരു മോപ്പിൻ്റെ ആ ഒരു തുണി ഉണ്ടല്ലോ അതും അറ്റാച്ച് ചെയ്തത്, അത് ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ്. സാധാരണ മോപ്പിൻ്റെ ത്രെഡും അതിൻ്റെ ആ നൂലുകളും അതൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലെ അഴുക്ക് കളയാനൊക്കെ ഭയങ്കര പാടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുത്താൽ നമുക്ക് കല്ലും വിട്ട് കഴുകി എങ്ങനെയാ വെച്ചാൽ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഇത് വരുന്നുണ്ട് എക്സ്ട്രാ. നമുക്ക് എക്സ്ട്രാ കൂടുതൽ മേടിക്കണമെങ്കിൽ മേടിക്കാം. ഈ ബോർഡിൻ്റെ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ്. 32 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വരുന്നത്. ഇതിൻ്റെ 38 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല 1000 രൂപയ്ക്ക് കിട്ടുന്ന വലുതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ രണ്ട് അളവാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലത് ഞാൻ മേടിക്കുകയാണെങ്കിൽ വഴിയെ റിവ്യൂ ചെയ്യാം. ഇത് എനിക്ക് അത്ര നന്നായി എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ ബക്കറ്റ് മോശമായിപ്പോയി. പക്ഷേ ഡെയിലി ക്ലീനിങ്ങിന് ഇതിങ്ങനെ തുടയ്ക്കാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ട് ഞാൻ ഇവിടെ മുകളിൽ ബാൽക്കണി വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീഡിയോയുടെ കുറച്ച് എഡിറ്റിംഗ് കാര്യമൊക്കെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് വീണ്ടും തിരിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എനർജി നൽകിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫോൺ നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനും കൂടി നോക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.